നാഷണൽ ഹൈവേയിലെ മൈലക്കാട് ഉണ്ടായതിന് സമാനമായ അപകടം കൊട്ടിയം പറക്കുളത്തും ഉണ്ടാകുമെന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ. ഹൈവേയുടെ പാർശ്വഭിത്തി അലൈൻമെന്റ് മാറി ഇടിഞ്ഞ നിലയിലായതാണ് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കാൻ കാരണം. പറക്കുളം ഏലായിൽ നിന്നും ഉമയനെല്ലൂർ ഏലായിലേക്ക് പോകുവാൻ ഒരു നീർച്ചാൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും അടച്ചാണ് ഇവിടെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ ഹൈവേയുടെ പാർശ്വഭിത്തി അലൈൻമെന്റ് മാറി ഇടിഞ്ഞ നിലയിലാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രദേശവാസികൾ ഇത് കണ്ടത്. തുടർന്ന് ജനങ്ങൾ പ്രതിഷേധവുമായി റോഡിലേക്ക് ഇറങ്ങി. ഇതിനെ തുടർന്ന് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തിയിരുന്നു. ജനപ്രതിനിധികളും പോലീസുമായി നടത്തിയ ചർച്ചയിൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുവാനും തീരുമാനമായി. ഉച്ച കഴിഞ്ഞിട്ട് ഒരു ബൈക്ക് യാത്രക്കാരൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണ്, അതായത് അദ്ദേഹം അവിടെ സഞ്ചരിക്കുന്ന സമയത്ത് എന്തോ അസ്വാഭാവികമായി തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് നോക്കിയിട്ട് ഇതിനകത്ത് അലൈൻമെൻറ്റിലൊക്കെ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചത്. ഈ റിട്ടൈനിങ് വാളിനകത്ത് സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ആളുകളെ അറിയിച്ചു. അങ്ങനെ ആളുകൾ കൂടി അവിടെ വന്ന് ഞങ്ങളെല്ലാവരും വന്ന് സന്ദർശിച്ച് നോക്കിയപ്പോൾ അവിടെ അലൈൻമെൻറ്റിനകത്ത് അതിൻ്റെ ആ ഈ സൈഡ് വാളിനകത്ത് ചില അലൈൻമെൻറ്റ് വ്യത്യാസങ്ങളും തള്ളലുകളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും നാട്ടുകാരെല്ലാം കൂടുകയും ഒടുവിൽ ഡെപ്യൂട്ടി കളക്ടർ, 2 MLA-മാർ, ഒരു MP എല്ലാവരും അവിടെ വരികയും ചെയ്തു. അപ്പോൾ അവിടെ വീട്ടമ്മമാരും അത് ഭയപ്പാടിലാണ്. കാര്യം നമ്മൾ നേരത്തെ ഈ ഒരു വിള്ളൽ വീണ പ്രദേശമാണ് അവിടെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറഞ്ഞതുപോലെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ അത് തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മൈലക്കാട് പോലെ ഒരു ദുരന്തമാകുന്നതിന് മുമ്പ് ജനങ്ങൾ ഇടപെടണം എന്ന ആ ഒരു ശക്തമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശക്തമായി ഇടപെടുകയും അങ്ങനെ അധികാരികളായ ആളുകൾ എല്ലാവരെയും അവിടെ വിളിച്ചു വരുത്തുകയും ചെയ്യും. എന്നാൽ വാളുകൊണ്ടുള്ള ഈ വൻമതിൽ ഇതിനൊരു ശാശ്വത പരിഹാരമല്ലെന്നും തൂണിൽ തീർത്ത പാലമാണ് ഇവിടെ ആവശ്യമെന്നും നാട്ടുകാർ പറയുന്നു. മഴക്കാലമായാൽ മൈലക്കാട് സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കുവാൻ സാഹചര്യമുണ്ടാകും എന്നും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. വാളിന്റെ ഇടയിൽ വിടവ് വരുന്ന ഭാഗം റബ്ബർ ഉപയോഗിച്ച് അടച്ചാണ് ഇവർ നിർമ്മാണം നടത്തി മുന്നോട്ട് പോകുന്നത്. മഴ പെയ്ത സമയങ്ങളിൽ ഇതിന്റെ ഇടയിലൂടെ വെള്ളം റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നതും സ്ഥിരം കാഴ്ചയായിരുന്നു. സർക്കാർ ഇടപെട്ട് ജനങ്ങളുടെ ഭീതി മനസ്സിലാക്കി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.